നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഐ മീൻ ലവ്. പറ, ഉണ്ടോ രാജു? ടെൽ മീ. പെറ്റെണീക്കാനുള്ള പ്രായമായി, എന്നിട്ടും കുട്ടികളി മാറിയിട്ടില്ല. കൊച്ചു കുട്ടിയാണെന്ന വിചാരം. ഈശ്വര, അച്ഛനത് കാണൂ. അച്ഛൻ കാണാതെ എങ്ങനെ അതെടുക്കും? സർ, ഇത് DPയുടെ റിപ്പോർട്ടാ. സ്കൂളുകളിലെ ചെറിയ ക്ലാസ് മുതലേ ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കണമെന്നതിനെ കുറിച്ചുള്ള. ഞാൻ വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊടുത്തയച്ചതാ. അവിടെ വെച്ചേക്ക്. ഇതിൽ ചില നോട്ടുകൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. നീ അതൊന്ന് വായിച്ചു വെച്ചോ. ഫോളോ അപ്പ് വേണ്ടി വരും. ദിവ്യ, ഇതിങ്ങോട്ട് കൊണ്ടുവാ. സാറിന് അച്ഛാ, എന്റെ ദൈവമേ, വല്ല വിധവും രക്ഷപ്പെട്ടു. ഹലോ, ഞാൻ കണ്ടു. രാജു എന്താ കണ്ടത്? ട്രേഡ് അടിയിലെ ഒരു പേപ്പർ, അതായത് ഈ പേപ്പർ. എന്താ അതില്? അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ മാഡം. രാജു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഐ മീൻ ലവ്. പറ, ഉണ്ടോ രാജു? ടെൽ മീ. അത് മാഡം ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ വശം കെട്ടു പോവും. വശം കെടുത്തുന്ന ചോദ്യമാണോ ഇത്? പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല? ഒരു ഉത്തരം പറ. അല്ല മാഡം, മാഡം എന്തിനാ ഇതൊക്കെ ചോദിക്കുന്ന? ഇതിന്റെ ആവശ്യം എന്താ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ വയ്യല്ലേ? വേണ്ട, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ചോദിച്ചത്. അച്ഛന്റെ PA ആയിട്ടാണ് രാജു ഇവിടെ ജോലി ചെയ്യുന്നത്. വ്യക്തമായി പറഞ്ഞ ഒരു എംപ്ലോയ്. പക്ഷേ രാജു ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എഫേർട്സിൽ കൈ കണക്കുമില്ല. ജോലി തരുന്ന ആളിന്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന രാജു ഇഷ്ടപ്രണയിനിക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്യില്ല? അതാ ഞാൻ ചോദിച്ചത്. ഒരു കണക്കിന് പറഞ്ഞ എന്റെ പ്രണയം വർമ്മ സാറിനോടാ. സാറിന് വേർപിരിഞ്ഞൊരു ജീവിതം എന്റെ ചിന്തയിൽ പോലുമില്ല. അപ്പോ എന്നെ വേർപിരിഞ്ഞ് ജീവിക്കാൻ പ്രയാസമില്ല അല്ലെ? എന്നാലും മാഡം ഇവിടുന്ന് പോവും. അപ്പോ നമ്മൾ വേർപിരിഞ്ഞല്ലേ തീരൂ. ഓ, അങ്ങനെ. അപ്പോ രാജുവിന് ഇതുവരെ ആരോടും, ഒരു പെൺകുട്ടിയോടും പ്രണയം തോന്നിയിട്ടില്ലേ? മാഡം, ഞാനിപ്പോ അങ്ങനെ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലല്ല. മാഡത്തിന്റെ വിവാഹം മുടങ്ങിയതില് എനിക്ക് വലിയ പ്രയാസമുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അതിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട് എന്നെ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കാം. ശരി, രാജുന് അത്തരം കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ
അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാം. ആ ശരി മാഡം, ഞാനെന്നാ പൊക്കോട്ടെ. കമ്പനിയുടെ ഓഡിറ്റർ ഒന്ന് കാണണം. പോട്ടെ. നിക്ക്. ഇങ്ങനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടക്കുന്നത് അവസാനിപ്പിക്കണം. കുറച്ചൊക്കെ വിശ്രമിക്കണം. ഒന്നും മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ നടിക്കുന്നതാണോ? കള്ളൻ. നീ കള്ളനാണെങ്കിലേ ഞാൻ പേരും കള്ളിയ. കാണിച്ചു തരാം. പ്രണയം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ? അല്ലമ്മേ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആലോചന മാത്രമല്ലേ ഉള്ളൂ. ആ പറ. അല്ല, നമ്മളിങ്ങനെ ഋതികയ്ക്ക് വരുന്ന കല്യാണാലോചന മുടക്കിക്കൊണ്ടിരുന്നാ മതിയോ? പിന്നെന്താ വേണ്ടത്? അതങ്ങ് നടത്തി കൊടുക്കണോ? ഹ, ഞാൻ അതല്ല അമ്മേ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കിതിലൊരു താല്പര്യമുണ്ടെന്ന് അമ്മാവൻ അറിയണ്ടേ? അതായത് അവളുടെ മുറച്ചെറുക്കനായ ഞാൻ, യോഗ്യനായ ഞാൻ, അവളെ കല്യാണം കഴിക്കാൻ സന്നദ്ധനാണെന്ന് അമ്മാവനൊന്ന് അറിയിക്കണ്ടേ? ആ, ഇനി ചിലപ്പോ നമ്മളായിട്ട് പറയാതിരിക്കുന്നത് കൊണ്ടാണ് അമ്മാവന് അങ്ങനെ ഒരു വിചാരം വരാത്തതെങ്കിലോ? ഋതികയ്ക്ക് പറ്റിയ പയ്യൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അമ്മയ്ക്കൊന്ന് സംസാരിച്ചൂടെ? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ? അമ്മയൊന്ന് ശ്രമിക്കേ. സ്വർണം. പക്ഷേ നീ പറഞ്ഞതിലൊരു സത്യമൊക്കെ ഉണ്ട്. ആ, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ആ, എന്നാ വെച്ച് താമസിപ്പിക്കണ്ടമ്മേ. അമ്മാവൻ അവിടെ ഉണ്ട്. വാ, ഇപ്പൊ തന്നെ പോയി സംസാരിക്കാം. വാ. എന്താ ചേച്ചി? അല്ല, പ്രതാപം ഫയല് നോക്കുവല്ലേ? സാരമില്ല, ചേച്ചി എന്താ പറയാമെന്ന് വെച്ചാ പറ. അല്ല, ഞാനേ ഋതികയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അവൾക്കെന്തു പറ്റി? ഇല്ല, ഒന്നും പറ്റിയിട്ടല്ല. അവളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയായിരുന്നു. ഇതിപ്പോ മുൻപത്തെ പോലെയല്ല. ഇനിയിപ്പോ ആൾക്കാർ ഓരോന്നും പറയാൻ തുടങ്ങും. എന്തു പറയാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.